നമസ്കാരം. ലൈവ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു അധ്യായം കൂടി. അലീത്ത് KMCCയുടെ സഹായത്തിൽ പൊന്നാനി മരക്കടവിൽ ബൈത്തുറൈമയുടെ താക്കോൽദാനം നടന്നു. കേരള ആരോഗ്യ വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയോടനുബന്ധിച്ച് പൊന്നാനിയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന സംഘടിപ്പിച്ചു. തീരദേശം പനിച്ചു വിറയ്ക്കുമ്പോഴും ഡോക്ടർമാരില്ലാതെ പൊന്നാനി താലൂക്ക് ആശുപത്രി. വാർത്തകൾ വിശദമായി. തീരദേശം പനിച്ചു വിറയ്ക്കുമ്പോഴും ഡോക്ടർമാരില്ലാതെ പൊന്നാനി താലൂക്ക് ആശുപത്രി ദുരിതത്തിലായിരിക്കുകയാണ്. ഉള്ള ഡോക്ടർമാരാണെങ്കിൽ വൈകി എത്തുന്നതും നിത്യസംഭവമാണ്. 19 ഡോക്ടർമാർ വേണ്ടിടത്ത് 10 പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. ഉള്ളവർ തന്നെ കൃത്യസമയത്ത് എത്തുന്നുമില്ല. ഡോക്ടർമാരും ജീവനക്കാരും വൈകിയെത്തുന്നതായി പരാതി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. 8 മണിക്ക് ഡ്യൂട്ടിക്കെത്തേണ്ട ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാർ 9:30 ശേഷവും എത്തിയിരുന്നില്ലെന്ന് കണ്ടെത്തി. തുടർന്ന് ചെയർമാൻ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ദിനേനെ OPയിൽ 1500-ൽ പരം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം പരിശോധന വൈകുന്നതിനാൽ ചികിത്സ തേടിയെത്തുന്നവരും ആശുപത്രി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം പതിവാകുകയാണ്. ചില ഡോക്ടർമാർ അവധിയിൽ പോയതിനാൽ ദുരിതത്തിലാകുന്നത് രോഗികളാണ്. താലൂക്ക് ആശുപത്രിയിലെ 8 ഒഴിവുകളിൽ 5 എണ്ണം ഓപ്പൺ വേക്കൻസിയും 3 എണ്ണം വർക്ക് അറേഞ്ച്മെന്റുമാണ്. നിലവിലുള്ള ഡോക്ടർമാർക്ക് കാഷ്വാലിറ്റി, ഇൻപേഷ്യന്റ് എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ OP പരിശോധനയ്ക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. ഡോക്ടർമാരുടെ എണ്ണക്കുറവ് കാരണം പരിശോധന ക്രമീകരണം നടത്താനും സാധിക്കുന്നില്ല. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ പലപ്പോഴും പകൽ സമയത്തെ OPയും കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയാണ്. പൊന്നാനി മുതൽ പാലപ്പെട്ടി വരെയുള്ള തീരദേശത്തെ നിർധന കുടുംബങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി. മഴ പെയ്തതോടെ ആശുപത്രി വളപ്പ് വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലുമാണ്. സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്നതിനാൽ ക്യാന്റീൻ അടച്ചിട്ടിരിക്കുകയാണ്. ചികിത്സ തേടിയെത്തുന്ന ജീവനക്കാരുമായി കയ്യേറ്റം നടക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ആശുപത്രിയിൽ CCTV ക്യാമറ സ്ഥാപിച്ചതോടെ പലരെയും കൈയോടെ പിടികൂടിയിരുന്നു. പൊന്നാനി താലൂക്ക് ആശുപത്രിയെ സ്പെഷ്യാലിറ്റി കേഡർ ആശുപത്രിയായി കഴിഞ്ഞ LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത്തരമൊരു പദവിക്ക് സഹായകമായ നിലവാര ഉയർച്ച ഒരു ഘട്ടത്തിലും ആശുപത്രിക്കുണ്ടായിട്ടില്ല. സർജൻ ഉൾപ്പെടെയുള്ള തസ്തികകൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. പാരാമെഡിക്കൽ ജീവനക്കാരുടെ കുറവും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി ബാധിക്കുന്നുണ്ട്. ലൈവ് TV ന്യൂസ്. ആരോഗ്യവകുപ്പ് അധികൃതർ താലൂക്കിലെ സ്കൂളുകളിൽ പരിശോധന നടത്തി. കേരള ആരോഗ്യ വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തിയത്. സ്കൂൾ ചുറ്റുപാടുകൾ, കിണറുകൾ, മൂത്രപ്പുര, ശൌചാലയം, ഭക്ഷണപ്പുര എന്നിവിടങ്ങളിലെല്ലാം അധികൃതർ പരിശോധന നടത്തി. എല്ലാ സ്കൂളുകളിലെയും കിണറുകളിലെ വെള്ളം പരിശോധിച്ച് ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. മിക്ക സ്കൂളുകളിലും നല്ല നിലയിലാണ് പരിസരവും സ്കൂളും ശുചീകരിച്ചിരിക്കുന്നതെന്നും എന്നാൽ ചില സ്കൂളുകളിൽ ചില പ്രശ്നങ്ങൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ പരിഹരിക്കാൻ വേണ്ടതായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ റിപ്പോർട്ടുകൾ മേലധികാരികൾക്ക് അയച്ചിട്ടുണ്ടെന്നും പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സേഫ് കേരള പരിപാടിയുടെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയിലെ താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളും ഇന്ന് പരിശോധനയ്ക്ക് ഒരു ടീമായി ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഏകദേശം 4ഓളം സ്കൂളുകൾ സന്ദർശിക്കുകയും വളരെ നല്ല രീതിയിലാണ് ഈ സ്കൂൾ വളരെ കാണപ്പെട്ടത്. മാത്രമല്ല ചില സ്കൂളുകൾ വളരെ ശോചനീയമായ രീതിയിലും കാണപ്പെട്ടിട്ടുണ്ട്. അത്തരം സ്കൂളുകൾക്കെതിരെ നമ്മൾ നടപടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള സ്കൂളുകൾ കൂടി കവർ ചെയ്യുകയും കർശനമായ നടപടികൾ എടുക്കുന്നതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ റെപ്രസെൻ്റ് എന്ന നിലയിൽ ഞാനിവിടെ പറയുകയാണ്. പരിശോധനാ സംഘത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സാക്കിർ ഹുസൈൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് വത്സമ്മ, സൂപ്പർവൈസർ കാസിം എന്നിവർ പങ്കെടുത്തു. സ്കൂളുകളിൽ നടത്തിയ ഈ പരിശോധനകൾ ആരോഗ്യവകുപ്പിന്റെ നല്ലൊരു പദ്ധതിയാണെന്നും എന്നാൽ ഇത് തുടക്കത്തിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റാതെ ഇടയ്ക്കിടെ എല്ലാ വിദ്യാലയങ്ങളിലും പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും രക്ഷിതാക്കൾ കൂട്ടമായി ആവശ്യമുയർത്തി. ലൈവ് TV ന്യൂസ്. പുതുപൊന്നാനി പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. മാസ്റ്റിക് അസ്വാൾട്ട് ചെയ്തതിനെ തുടർന്ന് പാലത്തിൽ അപകടങ്ങൾ പതിവായപ്പോൾ യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും പരാതിയെ തുടർന്ന് പാലത്തിൽ ഹൈവേ വകുപ്പ്
വീണ്ടും പുനർനിർമ്മാണം നടത്തുകയായിരുന്നു. പാലത്തിന് മുകളിൽ കൂടുതൽ വഴുവഴുപ്പും പാലത്തിൽ വെള്ളം കെട്ടിനിൽക്കലും മൂലം നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഹൈവേ വകുപ്പ് മാസ്റ്റിക് അസ്വാൾട്ട് നടത്തി പാലത്തിന്റെ മുകൾ ഭാഗം നവീകരിക്കാൻ തീരുമാനിച്ചത്. മാസ്റ്റിക് അസ്വാൾട്ട് നടത്തുന്നതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്നും അപകടം പതിവാകുകയാണെന്നുള്ള പരാതികൾ വ്യാപകമായി വന്നിരുന്നു. ഇതെല്ലാം പുതിയ പരിഷ്കരണത്തിന്റെ അപാകതയാണെന്നായിരുന്നു നാട്ടുകാരുടെ പരാതികൾ. എന്നാൽ പണിയെല്ലാം പൂർത്തീകരിച്ച് കൈവരികളിലെ പെയിന്റിങ്ങും പാലത്തിൽ ഹബ്ബും ബോർഡും എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രവർത്തനം വളരെ നന്നായിട്ടുണ്ട് എന്നാണ് വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത്. ലൈവ് ടിവി ന്യൂസ്. അലീത്ത് KMCCയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ബൈത്തുറഹ്മ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാന ചടങ്ങ് നടന്നു. പൊന്നാനി മരക്കടവിൽ വെച്ച് നടന്ന ചടങ്ങ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആദരണീയനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്കുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച സ്നേഹവീടുകൾ എന്ന പദ്ധതിയാണ് ബൈത്തുറഹ്മ എന്നത്. ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ സയ്യിദ് സിറാജുദ്ദീൻ അൽ ബുഹാരി മുഖ്യാതിഥിയായിരുന്നു. സയ്യിദ് MP മുത്തുക്കോയ തങ്ങൾ, മഖ്ദൂ പൊന്നാനി, PT അലി, ഫൈസൽ തങ്ങൾ, ഫൈസൽ ഫൈസി, റഷീദ് ഫൈസി, സഫറുല്ല യൂസഫ്, AV ഷറഫുദ്ദീൻ, ഹുസൈൻ കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് ടിവി ന്യൂസ്. ജീവകാരുണ്യ പ്രവർത്തനമായിട്ടുള്ള ബൈത്തുറഹ്മ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഏറ്റവും മഹത്വമുള്ള കാരുണ്യ പ്രവർത്തനം ഇന്ന് നമ്മുടെ പൊന്നാണിയിൽ സഹോദരന് ശിഹാബ്തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ബൈത്തുറഹ്മ നമ്മുടെ KMCCയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും അവരുടെ ഈ വലിയ പ്രവർത്തനങ്ങൾ വളരെ മഹത്വമാർന്നതാണ്. തീർച്ചയായിട്ടും ഈ ഇവിടെ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സഹോദരന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ബൈത്തുറഹ്മക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചെയ്ത എല്ലാ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതുപോലെ പ്രത്യേകിച്ച് പൊന്നാനി പോലെയുള്ള സ്ഥലത്ത് കൂടുതൽ ബൈത്തുറഹ്മകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്, അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രവർത്തനം കൊണ്ട് ഇനിയും കൂടുതൽ ബൈത്തുറഹ്മകൾ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പുത്രൻ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പ്രവാസികളുടെ ജീവിതം അവരുടെ നിസ്വാർത്ഥമായ ആ സേവനം ഉപയോഗിച്ചുകൊണ്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന അവരുടെ ജീവിതം തന്നെ വളരെ പ്രയാസത്തിലായിരിക്കെ നാട്ടിൽ അവസരാനുകരിക്കുന്ന നിരാലംബരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് തൻ്റെ ജീവിതം അവസാനം വരെ ജീവകാരുണ്യ രംഗത്ത് നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപാട് ഇതുപോലെയുള്ള കാരുണ്യ ഭവനങ്ങൾ നിർമ്മിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ പൊന്നാനിയിൽ ഇത് രണ്ടാമത്തേതാണ് ബൈത്തുറഹ്മ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മൂന്നാമത്തേത് ഇൻഷാ അല്ലാഹ് തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അവശത അനുഭവിക്കുന്ന നിരാലംബരായ ആളുകളെ കണ്ടെത്തി അവിടെ എല്ലാ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിക്കൊണ്ട് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. AV ഹൈസ്കൂളിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ PTAയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ AV ഹൈസ്കൂളിന്റെ അഭിമാനങ്ങളായി മാറിയ വിദ്യാർത്ഥികൾക്കായാണ് അനുമോദന സദസ്സ് ഒരുക്കിയത്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ ഉചിതമായ അനുമോദന സദസ്സാണ് നടത്തിയത്.
പൊന്നാനി AV ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ കാണിക്കുന്ന എളിമയും അതോടൊപ്പം തന്നെ കുട്ടികളുമായി നല്ല ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ ഉള്ള ഇടപെടലുകൾ, അവരുടെ മനസ്സിനെ വളരെ പെട്ടെന്ന് അത് സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് വിദ്യാർത്ഥികളെ കൂടുതൽ പഠിക്കുവാനുള്ള താല്പര്യമുണ്ടാക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വീണ്ടും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ വലിയൊരു ചരിത്രം നമുക്കുണ്ട്. വിദ്യാഭ്യാസം ജനകീയവൽക്കരിക്കപ്പെട്ടു, ജനകീയമായ ഇടപെടലുകൾ വർദ്ധിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഉയർന്ന രീതിയിലുള്ള നല്ല സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ പൊതുവിദ്യാലയങ്ങൾ. എന്നാൽ ഇടക്കാലത്ത് ഈ വിദ്യാലയങ്ങളിൽ പഠിച്ചു ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയവർ തന്നെ കൈവിട്ട കാലത്ത് വലിയ ഒരു പുറകോട്ട് നമ്മൾ പോയി. എന്നാൽ അത് തിരിച്ചു പിടിക്കുന്ന സമയമാണ്. ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യ നേടി സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിയവർ തന്നെ ഈ വിദ്യാലയത്തെ പുൽകുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നു എന്നത് നമുക്ക് നല്ല ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മുഹമ്മദ് ബഷീർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. V ശൈലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രവേശനോത്സവത്തിന് ഗാനം ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ ഷമീജ് ശ്രീധരന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ലൈവ് TV ന്യൂസ്. നഗരസഭയിലും നഗരസഭയ്ക്ക് പുറത്തും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. പൊന്നാനി സ്പെക്ട്രം ഗ്രൂപ്പ് ഓഫ് കമ്പനിയും CH സെന്റർ പൊന്നാനിയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പൊന്നാനി പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമുറപ്പിച്ച പ്രസ്ഥാനമാണ് CH സെന്റർ എന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ജൂൺ 5 ഞായറാഴ്ച വൈകിട്ട് 2:30 ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പൊന്നാനി ബാവാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് MP ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി നഗരസഭയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി CH സെന്റർ ഇത്തവണ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ കിട്ടിയ പൊന്നാനി നഗരസഭയിലെയും അതേപോലെ നഗരസഭയ്ക്ക് പുറത്ത് പഠിക്കുന്ന പൊന്നാനിയിലെ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുവാൻ CH സെന്റർ അതേപോലെ സ്പെക്ട്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയും ഇതിയുടെ സഹകരണത്തോടെ അവാർഡ് ദാന പരിപാടി വരുന്ന ഞായറാഴ്ച 2:30 മണിക്ക് പൊന്നാനി ബാവാസ് ഓഡിറ്റോറിയത്തിൽ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും പൊന്നാനി ലോക്സഭാ എംപിയുമായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് വിജയികളെ അനുമോദിക്കാൻ ബാവാസിൽ എത്തിച്ചിരിക്കുകയാണ്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിൽ പൊന്നാനിയിൽ രൂപീകൃതമായിട്ടുള്ള CH സെന്റർ പൊന്നാനിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് നേരത്തെ ആതുര മേഖലയിലാണ് സജീവ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഈ വർഷം മുതൽ അത് വിദ്യാഭ്യാസ മാധ്യമ രംഗത്ത് ഉള്ള ആളുകളെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ള SSLC, +2 വിദ്യാർത്ഥികളെയും മാധ്യമരംഗത്ത് പൊന്നാനിയിൽ നിന്ന് കഴിവുറ്റ ആളുകളെ, മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, പ്രാദേശികമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പുരസ്കാരവും കൂടി ഇതോടൊപ്പം നൽകുന്നതാണ്. ഇത്തവണത്തെ സ്പെക്ട്ര മീഡിയ അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ പ്രാദേശിക റിപ്പോർട്ടർമാരിൽ നിന്നും പ്രാദേശികമായി മധ്യപ്രവർത്തനം നടത്തുന്നതിൽ നിന്നും വളരെ ഒരു പാനൽ ജൂറി എന്ന നിലയ്ക്ക് ഒരുപാട് ഫിൽട്രേഷൻ നടത്തിയിട്ടാണ് നമ്മൾ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. ഹിമേഷ് കേരള വിഷൻ
പിന്നെ നദീർ മിറർ പത്രപ്രവർത്തകനാണ്. ആദിൽ റഹ്മാൻ കിങ് TV പത്രപ്രവർത്തകനാണ്. പിന്നെ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ നിർദ്ദേശങ്ങളും നോമിനീസും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. പൊന്നാനി മീഡിയ സെന്ററിൽ നടന്ന പത്രസമ്മേളനത്തിൽ VP ഹുസൈൻ കോയ തങ്ങൾ, ഫമാസ് അഹമ്മദ്, CP സക്കറിയ, അക്ബർ തെക്കേപ്പുറം എന്നിവർ പങ്കെടുത്തു. ലൈവ് TV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു അധ്യായം കൂടി. അലീത്ത് KMCCയുടെ സഹായത്തിൽ പൊന്നാനി മരക്കടവിൽ ബൈത്തുറഹിമയുടെ താക്കോൽദാനം നടന്നു. കേരള ആരോഗ്യ വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയോടനുബന്ധിച്ച് പൊന്നാനിയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന സംഘടിപ്പിച്ചു. തീരദേശം പനിച്ചു വിറയ്ക്കുമ്പോഴും ഡോക്ടർമാരില്ലാതെ പൊന്നാനി താലൂക്ക് ആശുപത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.